ഒരു റമദാൻ മാസത്തിൻ്റെ പകലിൽ നട്ടുച്ച കഴിഞ്ഞ സമയത്ത് അധികം ജനവാസമൊന്നുമില്ലാത്ത ഒരു വഴിയിലൂടെ 2-3 ചെറുപ്പക്കാരിങ്ങനെ നടന്നു പോവുകയായിരുന്നു. അവർ കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. നോമ്പ് നോറ്റതിൻ്റെ ക്ഷീണത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയരികിലുള്ള ഒരു മരത്തണലിൽ ഒരു വൃദ്ധയായ സ്ത്രീ തൻ്റെ ഭക്ഷണപാത്രത്തിൽ നിന്ന് 2-3 ഈത്തപ്പഴങ്ങളെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആ യുവാക്കൾ അവരുടെ സംസാരവും ചിരിയൊക്കെ നിർത്തി. ശേഷം കുറച്ച് ഗൗരവത്തോടെ ആ വൃദ്ധയുടെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, ഈ റമദാൻ മാസത്തിൻ്റെ പകലിലാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ തൻ്റെ കണ്ണുകൾ ഉയർത്തി ചെറിയൊരു അത്ഭുതത്തോടെ അവർ പറഞ്ഞു, നിങ്ങളെന്താ ചോദിച്ചത്? ഞാൻ നോമ്പ് നോറ്റിട്ടില്ലേന്നോ? ഓ, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ കുറച്ച് ഈത്തപ്പഴം കഴിച്ചു, കുറച്ച് വെള്ളം കുടിച്ചു. ഇത് കേട്ടപ്പോൾ ആ യുവാക്കൾ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ വല്യമ്മ നിങ്ങൾ പറയുന്നത്? വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് വലിക്കുക, ഇതെവിടുന്നാ നിങ്ങൾ പഠിച്ചത്? അവരാ വൃദ്ധയെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഞാൻ ഈ പകൽ മുഴുവനും എൻ്റെ ഹൃദയത്തെ ചീത്ത ചിന്തകളിൽ നിന്ന് സംരക്ഷിച്ചു. എൻ്റെ നിസ്കാരങ്ങളെല്ലാം ഞാൻ മുറ പോലെ അനുഷ്ഠിച്ചു. ഞാൻ ഒരാളെക്കുറിച്ചും ഇന്ന് മോശമായി ചിന്തിച്ചിട്ടില്ല. ഞാനിന്ന് ഒരാളെക്കുറിച്ചും അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടില്ല. ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ഒരാളെയും എൻ്റെ നാവ് കൊണ്ടോ എൻ്റെ കൈ കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. നോട്ടം കൊണ്ടുപോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഒരാളോട് ഞാനിന്ന് അസൂയ വെച്ചിട്ടില്ല. ഒരാളോടും ദേഷ്യം പിടിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെന്ന് അനുവദിച്ചിട്ടില്ല. നിഷിദ്ധമായ ഒരു കാര്യത്തിലേക്ക് ഞാനിന്ന് നോക്കിയിട്ടില്ല. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഈ പകൽ മുഴുവൻ അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം നിലകൊള്ളാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വയസ്സായില്ലേ, എൻ്റെ ശരീരമൊക്കെ തളർന്നുപോയി. ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല. അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനിയും ഞാൻ തളർന്നു പോകും. എനിക്കെൻ്റെ റബ്ബിനെ ഓർക്കാൻ കഴിയൂല. അതിനുള്ള ആരോഗ്യം പോലും എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഞാൻ കഴിച്ചു, കുറച്ച് വെള്ളവും കുടിച്ചു. ഇത് കേട്ടപ്പോൾ ആ യുവാക്കൾ അവരുടെ ചിരിയൊക്കെ നിർത്തി. താൻ പറയുന്നതെല്ലാം ഇവർ സ്വീകരിച്ചു എന്നവരുടെ മുഖത്ത് നിന്ന് വായിച്ച ആ വൃദ്ധ മാതാവ് അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളിന്ന് നോമ്പ് നോറ്റിട്ടുണ്ടോ? അത്രയും നേരം തങ്ങൾ നോമ്പനുഷ്ഠിച്ചവരാണ് എന്ന ചെറിയൊരു അഹംഭാവത്തോടെ നടന്ന ആ യുവാക്കൾ ആ വൃദ്ധ മാതാവിൻ്റെ മുമ്പിൽ തല താഴ്ത്തി നിന്നു. അവർ മെല്ലെ പറഞ്ഞു, ഇല്ല, ഞങ്ങളിന്ന് നോമ്പ് നോറ്റിട്ടില്ല. ഈ പകൽ മുഴുവനും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്ക് ആ നല്ല 3 ചെറുപ്പക്കാരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. പുണ്യ തിരുമേനി പഠിപ്പിച്ചു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ ത്വഅമഹു വശറാബ. ചീത്ത കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കാത്ത കാലത്തോളം ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്കൊരു നിർബന്ധവുമില്ല.